ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപക നാശനഷ്ടം വിതച്ചു. 300ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം പൂർണ്ണമായും നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ആറളം വനമേഖലയിൽ നിന്നെത്തിയ ആനക്കൂട്ടം തൂക്കുവേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. നീലായിലെ തോമസ് കുറ്റാരപ്പള്ളിയുടെ വീട്ടുപറമ്പിലെ കുലച്ചതും വിളവെടുക്കാൻ പാകമായതുമായ 300ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം പൂർണ്ണമായി നശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് വീട്ടുകാർ ആനയെത്തിയ വിവരം അറിഞ്ഞത്. തുടർന്ന് സമീപ വീടുകളായ ഓലക്കൽ അപ്പച്ചൻ്റെയും കൂറ്റനാൽ തങ്കച്ചൻ്റെയും വീട്ടുപറമ്പുകളിലും ആനയെത്തി ഭീതി പരത്തി. തുടർന്ന് നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാത്രങ്ങൾ കൊട്ടിയും ശബ്ദമുണ്ടാക്കിയുമാണ് ആനയെ തുരത്തിയത്. പരിപ്പുതോട് നീലായി ചതിരൂർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മുടെ ഇവിടുന്ന് കുഞ്ഞുങ്ങളൊക്കെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് പിന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അവർക്ക് രാവിലെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അത് തിരിച്ചു വരുന്നതും ബസ്സിൽ നിന്ന് കിട്ടാത്ത കാരണം നടന്നാണ് പിള്ളേർ വരുന്നത്. പിള്ളേർക്ക് ഈ നമ്മുടെ റോഡിൽ ഇവിടെ വരാൻ നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ രാവിലെ പള്ളിയിൽ പോകുന്ന അമ്മച്ചിമാരും പിള്ളേരൊക്കെ ഉണ്ട്. അവരും പള്ളിപ്പോക്ക് നിർത്തി വെച്ചേക്കും. ഈ ഭാഗത്ത് ചതിരൂർ നീലായി ഭാഗത്തുള്ളവർ പള്ളിപ്പോക്ക് നിർത്തി. പിന്നെ ഞങ്ങളൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. വെളുപ്പിന് 4 മണിക്കും 3:30 ടാപ്പിങ്ങിന് പോകുന്നതാണ്. ഞങ്ങൾക്ക് പോലും ടാപ്പിംഗ് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ സ്വന്തം മരങ്ങൾ രാത്രി ഇറങ്ങി റബ്ബർ വെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച മുമ്പ് ഇതേ പ്രദേശത്തെത്തിയ കാട്ടാനക്കൂട്ടം 200ഓളം വാഴകൾ നശിപ്പിച്ചിരുന്നു. തോമസ് കുറ്റാരപ്പള്ളിയുടെ വീട്ടുപറമ്പിലെ കയ്യാലയും ഇത്തവണ കാട്ടാന തകർത്തു. ആനശല്യമുണ്ട്. ആനശല്യം രൂക്ഷമായിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത, ഞങ്ങളൊക്കെ ടാപ്പിങ്ങിന് പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ ആനശല്യം കാരണം ഞങ്ങൾ ടാപ്പിംഗ് എല്ലാം നിർത്തി. മഴക്കാലത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ന് വെളുപ്പിന് 5:30-ക്കാണ് ഞങ്ങളുടെ പറമ്പിൽ ഇപ്പോൾ ആന വന്നിട്ട് ഇതുപോലെയുള്ള നാശം വിധിച്ചിട്ട് പോയത്. 300ഓളം വാഴകൾ ഇപ്പം മൊത്തം നശിപ്പിച്ചു. കൊലച്ച വാഴ മൊത്തം കൊലച്ച് പകുതിയോളം മൂപ്പത്തിയ വാഴയാണ് കൂട്ടത്തോടെ വന്നിട്ടാണ് നശിപ്പിച്ചിട്ട് പോയത്. ഇപ്പം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണം. ആന ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. സംഭവത്തെ തുടർന്ന് കീഴ്പള്ളി സെക്ഷൻ ഫോറസ്റ്ററുടെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനാതിർത്തിയിൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥാപിച്ച സോളാർ വൈദ്യുതി വേലിയിൽ നിലവിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ വേലിയുടെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ചെങ്കിലും വേലി പ്രവർത്തനരഹിതമാണെന്നാണ് വിവരം. വാളത്തോട് മുതൽ നീലായി വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ തൂക്കുവേലി നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാവാത്തതും ആനകൾ നാട്ടിലിറങ്ങാൻ കാരണമാവുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.